record on this. Okay. Where m is the mass of the wave packet and c is the velocity of light. Again, the energy can be say in the mode of another equation, E is equal to h nu. What is meant by h? H here is described by Planck's constant. H is equal to 6.626 into 10 raised to minus 34 joule second. ഞാൻ നിങ്ങളുടെ പ്രീവിയസ് ഇയറിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയായിരുന്നു. അപ്പം അതിൽ കൊടുത്തിരിക്കുന്ന ഒരു ചോദ്യം ഇതിൻ്റെ കൂടെ തരുന്ന പി പി ടിയുടെ ലാസ്റ്റ് പേജിലുണ്ട്. ഒരു യൂണിറ്റ് തന്നിരിക്കുവാണ്, ആ യൂണിറ്റിന്റെ പേര് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ യൂണിറ്റ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒരു കോൺസ്റ്റന്റിന്റെ വാല്യൂയും യൂണിറ്റും കൃത്യമായിട്ട് അറിയണം. So the energy of the wave packet or the quanta of light or the particle nature of light that is described by E is equal to h nu. That is a Planck's constant, where h is the Planck's constant. The value of Planck's constant h is equal to 6.626 into 10 raised to minus 34 joule second. Okay. എൻ്റെ ഒപ്പം ലെക്ചർ നോട്ട് എഴുതാവുന്നവർ എഴുതിപ്പോര്. So the rectilinear propagation of light means that the light is already traveling straight line only. Okay, that is depend upon the particle nature of light. ഇതൊരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു പാക്കറ്റ് ഓഫ് എനർജി കൊണ്ട് മേക്ക് ചെയ്തിരിക്കുകയാണ് ഇതിനെ. അതിനെ ഓരോന്നിനെ നമുക്ക് ഓരോ പാക്കറ്റ് ആയിട്ട് എടുക്കാം. അതിനെ ഓരോന്നിനെ നമ്മൾ വൺ ക്വാണ്ട ഓഫ് ലൈറ്റ് എന്ന് വിളിക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോട്ടോൺ. അതിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ എച്ച് ന്യൂ ആയിരിക്കും. അവിടെ എച്ച് എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആയിരിക്കും. ന്യൂ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ അല്ലെങ്കിൽ നമ്മുടെ ലൈറ്റിന്റെ ഫ്രീക്വൻസി ആയിരിക്കും. സി എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. അത് ലൈറ്റിന്റെ എവിടെയാണേലും കോൺസ്റ്റന്റ് ആണ്. ഇൻ വാക്വം ദാറ്റ് ഈസ് ഈക്വൽ ടു 3 into 10 raised to 8 per second, and lambda is the wavelength of the light. Okay, is it clear? If you have any doubt, you openly ask to me at that time. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? No sir. So now I discussing the energy, frequency and relation between the wavelength. We know that in the case of light there are different type of radiation. The radiation can be classified into radio wave, then microwave, then infrared or IR, then visible. Invisible we can say that violet to red, all the colors are present in the visible region. Then UV, ultraviolet, then X-ray, then gamma ray. So you just study this diagram here. The frequency is increased in the case of gamma ray. നമ്മളിനി ഇങ്ങനെ താഴത്തേക്ക് വരച്ച് പോകുന്തോറും ഞാൻ വരയ്ക്കുന്ന ഫിഗറിന് എന്നെ വ്യത്യാസം നിങ്ങൾ കാണുന്നത്? ഫ്രീക്വൻസി ഇവിടെ കൂടുതലാണ് അല്ലേ? ഇവിടെ വരുമ്പം ഫ്രീക്വൻസി കുറയും. സോ nu is very large in the case of gamma ray. In that case we can write it as E is equal to h into nu. Planck's constant h 6.626 into 10 raised to minus 34 ആണ്. അത് കോൺസ്റ്റന്റ് ആണ്. സോ ന്യൂ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് ഇ എന്ന് പറയുന്നതും കൂടുതലായിരിക്കും. ഇനി സി ഇസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു ലാംഡ ആണെങ്കിൽ ലാംഡ ഈസ് ഈക്വൽ ടു സി ബൈ ന്യൂ ആണ്. അതായത് ലാംഡ വേവ് ലെങ്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ന്യൂ. അപ്പം ന്യൂ കൂടുതലാകുന്നിടത്ത് വേവ് ലെങ്തിന്റെ വാല്യൂ ലാംഡ കുറവായിരിക്കും. ഈ ഓർഡർ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, ഈ ഓർഡർ അനുസരിച്ച് ഇങ്ങനെ ഒരു ഡയഗ്രാം പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഡയഗ്രത്തിന്റെ മുകളിൽ ഞാൻ വരച്ചതിന്റെ അർത്ഥം എന്നാണ്? ദ വേവ് ഇവിടെ അടുത്തടുത്താണ്. ദാറ്റ് മീൻസ് ദ നമ്പർ ഓഫ് വേവ് പാസിംഗ് ത്രൂ എ പോയിന്റ് പെർ സെക്കൻഡ് ഈസ് വെരി large. That means the frequency is very high here. Here the frequency is very less and the energy is very less. Then what about lambda? The lambda or wavelength of the wave is very high. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം നമ്മളോട്, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിലെ ഏതാണ് നമ്മൾ നമ്മുടെ ടെലി കമ്മ്യൂണിക്കേഷൻ അല്ലെ മൊബൈലിൽ ഉപയോഗിക്കുന്നത്? അപ്പം നമ്മൾ വേവ് ലെങ്ത് കൂടിയ ലൈറ്റുകൾ എഴുതും. റേഡിയോയുടെ കേസിൽ റേഡിയോ വേവ് ഉപയോഗിക്കും. ടെലി കമ്മ്യൂണിക്കേഷൻ മൊബൈലിന്റെ കേസിൽ നമ്മൾ മൈക്രോവേവ് ഉപയോഗിക്കും. ഈ റഡാർ,
റഡാർ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളുടെ റിമോട്ട് കൺട്രോളിലൊക്കെ IR റേഡിയേഷൻസ് ഉപയോഗിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളുടെ ഇൻസ്ട്രുമെന്റ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റിലും മറ്റും വിസിബിൾ ലൈറ്റ് ഉപയോഗിക്കും. ഫോർ വാട്ടർ ട്രീറ്റ്മെന്റ് ആൻഡ് അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അൾട്രാ വയലറ്റ്. നമ്മളുടെ എല്ലിന്റെ ഫ്രാക്ചറും മറ്റും കണ്ടുപിടിക്കാൻ ഹൈ എനർജി ഉള്ള ഒരു ബീം എവിടെയെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ അറ്റ് ദാറ്റ് ടൈം വി ആർ യൂസിങ് എക്സ്റേ. Then the last chemotherapy and for cancer treatment we are using gamma ray. എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് we want to write that the energy is very high. എന്തുകൊണ്ടാണ് ഈ ലോങ് വൈഡ് ട്രാൻസ്മിഷന് ഇപ്പം നമ്മൾ 91.9 റേഡിയോ മാങ്കോ എറണാകുളം അവിടുന്ന് തുടങ്ങുവാണ്, നമുക്കിവിടെ കോട്ടയത്ത് നമ്മുടെ റൂമിൽ കിട്ടണം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കിട്ടണമെങ്കിൽ that has large wavelength. So lambda is very high. Okay, lambda is very high, energy is very low, and frequency is very low. Compare that spectrum like in an order manner: radio wave, microwave, IR, visible, UV, X-ray, and gamma ray. Topmost X-ray and gamma ray that has the maximum energy and frequency with the lowest wavelength. Radio wave has the highest wavelength and the lowest frequency and energy. Okay, did you understand? Hello? Yes, sir. Yes, sir. Yes, sir. Yes, sir. Yes, If sir. there is any doubt, this I said about the electromagnetic spectrum. Electromagnetic spectrum has these. Excuse me, sir. For Yes. water treatment. For water treatment, we are using UV light. Okay, UV treatment. In our നമ്മളിപ്പം മേടിക്കുന്ന മിനറൽ വാട്ടറിന്റെ കുപ്പിയിലാണെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ UV സ്റ്റെറിലൈസ്ഡ് എന്ന് കണ്ടിട്ടുണ്ടായി. അതുപോലെ നമ്മൾ സിറിഞ്ച് അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പം ഈ മോഡ് ഓഫ് ടൈപ്പിൽ ഒരു ക്വസ്റ്റിനകത്ത് അങ്ങനെയുള്ളതാണ്. ഒരു പ്രാക്ടിക്കലായിട്ട് ചോദിക്കുന്നവരുടെ തന്നിട്ട് ഇപ്പം ABCD ഓപ്ഷനിൽ ഇങ്ങനെ നമ്മളുടെ ലൈറ്റുകളുടെ എക്സാമ്പിൾ കാണും, മൈക്രോവേവ് അങ്ങനെ പല എക്സാമ്പിൾ കാണും. എന്നിട്ട് നമ്മളോട് ചോദിക്കാം മേ ബി ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൽ ഏത് സ്പെക്ട്രമാണ് ഉപയോഗിക്കുന്നതെന്ന്, സ്പെക്ട്രത്തിൽ ഏത് ഇതാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് എഴുതാൻ പറ്റും. റേഡിയോ വേവ്, റേഡിയോ, ടെലിവിഷൻ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ മാക്സിമം നമ്മൾ റേഡിയോ വേവ് അല്ലെ മൈക്രോവേവിന്റെ റേഞ്ചിൽ വരും. നിങ്ങൾ ഓർത്താൽ മതി, ഇവിടെയാണ് മാക്സിമം വേവ് ലെങ്ത് ഉള്ളത്. പിന്നെ ഏറ്റവും മുകളിൽ നമ്മൾ ഈ പറയുന്ന പോലെ കീമോതെറാപ്പി, ക്യാൻസർ ട്രീറ്റ്മെന്റ്, നമ്മുടെ എക്സ്റേ എടുക്കുന്നത്, ആറ്റത്തിന്റെ സ്ട്രക്ചർ പഠിക്കുന്നത്, എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫി, ഇതെല്ലാം കൂടെ എക്സ്റേ ഗാമാ റേ വരും. UV നമ്മുടെ സ്കിന്നിൽ അടിച്ച പ്രോബ്ലം പറയുന്നത്, ഓസോൺ പാളിയുടെ ലെയറിന്റെ പ്രോബ്ലം പറയുന്നത്, ഇതെല്ലാം നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലറിഞ്ഞിരിക്കും. പിന്നെ നമ്മുടെ വാട്ടർ ട്രീറ്റ്മെന്റ്, ഇതെല്ലാം UV-യിലാണ്. ഇനി വിസിബിളി ചോദ്യം വരാം. വിസിബിളിൽ ഏറ്റവും ഫ്രീക്വൻസി അല്ലെങ്കിൽ ഏറ്റവും എനർജി കൂടിയത് ഏതിനാണ്? അവിടെ കുറച്ച് ചോദ്യങ്ങൾ അങ്ങനെയുണ്ട്. വേവ് Red. ഏറ്റവും കൂടുതൽ റെഡിനാണ്. അപ്പൊ നമ്മൾ എന്നാ ചെയ്യും, നമ്മളുടെ ട്രാഫിക് സിഗ്നലുകളും മറ്റും റെഡ് കളർ കൊണ്ടാണ് എഴുതുന്നത് അല്ലെ. ട്രാഫിക് സിഗ്നലുകളിൽ സ്റ്റോപ്പ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റെഡ് കൊണ്ടാണ് എഴുതുന്നത്. അല്ലെങ്കിൽ ഒരു വണ്ടിയുടെ പുറകിൽ ഒരു സ്റ്റോപ്പ് അങ്ങനെയുള്ള ഒരു എംബ്ലം റെഡ് കൊണ്ട് എഴുതാൻ കാരണം അതിന് കൂടുതൽ വേവ് ലെങ്ത്. Penetrating power. Yes, it has high energy and we can easily see it. Then IR-ലേക്ക് വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണമാണ് റിമോട്ട് കൺട്രോളിംഗ് സിസ്റ്റം ആൻഡ് ഓൾസോ റഡാർ. ഇപ്പം നമ്മൾ ബ്ലാക്ക് ബോക്സ് എന്നൊക്കെ പറയുന്ന ഒരു കാരണങ്ങളുണ്ട് കേട്ടോ. നമ്മളിപ്പം ഒരു ഫ്ലൈറ്റ് എവിടെയെങ്കിലും ഒരു ക്രാഷിലോ മറ്റോ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ആ ഫ്ലൈറ്റിന്റെ ഐഡന്റിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനം നമ്മൾ റഡാറിൽ നിന്ന് കണ്ടുപിടിക്കുന്നത് ഈ IR റേഡിയേഷൻസ് ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ പറഞ്ഞതിന് ശേഷം ഓപ്ഷൻ ABCDയിൽ ഈ ലൈറ്റുകളുടെ അല്ലെ ഈ EM സ്പെക്ട്രത്തിന്റെ ഓർഡർ വന്നാൽ അതിൽ നിന്ന് നിങ്ങൾ കൃത്യമായി ചൂസ് ചെയ്യാൻ പഠിക്കണം. അതുകൊണ്ടാണ് ഞാനിപ്പം റെക്ടിലീനിയർ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ പോലും ഈ ഒപ്റ്റിക്സിൽ ആ പോർഷനിൽ കയറി. അതുകൊണ്ടാണ് രണ്ട് കൂട്ടരും ഈ ക്ലാസ് കൂടണം എന്ന് പറയാനും കാരണം. ഓക്കെ, എനി അനദർ ഡൗട്ട്സ്? So we can directly going to our rectilinear propagation of light. Rectilinear propagation means light passing in a straight line. Light passing in a straight line. When light passing in a straight line, there has been two phenomena can be occurred. First one is a reflection. The another one is a refraction. Reflection means that
For reflection, we need a very well polished surface. വളരെ സ്മൂത്തായ വെൽ പോളിഷ്ഡ് സർഫസ് നമുക്ക് വേണം. അങ്ങനെ ഇരിക്കുന്ന ഒരു സർഫസിലേക്ക് ഒരു റേ ഇൻസിഡന്റ് ചെയ്യുകയാണെങ്കിൽ, കൺസിഡർ ദിസ് റേ ഇൻസിഡന്റ് ഓൺ ദിസ് plane, then it bounce back into the same medium, that is called reflection. So what is meant by reflection? The bouncing back of the light into the same medium from a well polished surface. Let's consider this is the angle of incidence, I. This is angle of reflection, small r. Okay. Then this is the incident ray. This is the reflected ray. This is the normal. So there are two laws of reflection. First one says that the incident ray reflected ray and normal. This one, this is the normal, are in same plane. ഇപ്പൊ ഞാനിവിടെ സ്ക്രീനിൽ വരച്ചപ്പോൾ ഇത് മൂന്നും ഒരുമിച്ച് വരയ്ക്കാൻ പറ്റിയില്ലേ? That means that these all light, incident ray, reflected ray and the normal, these are same in same plane. Same എന്ന് പറഞ്ഞാൽ പോരാ, same plane. ആ വാക്കിന് അത്ര ഇമ്പോർട്ടൻ്റ് ഉണ്ട്. Second point is that the angle of incidence, you can write it as angle of incident is equal to angle of reflection. ശരിക്കും ഈ രണ്ട് പോയിന്റ് പഠിച്ചാൽ അത് റിഫ്ലക്ഷൻ ഡേയ്സ്. അവിടെ നമുക്ക് കുറെ ചോദ്യങ്ങൾ വരാം. ഇപ്പൊ നമ്മളൊരു റെഗുലർ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഇറഗുലർ റിഫ്ലക്ഷൻ, ഒരു വെൽ പോളിഷ്ഡ് ആയ സർഫസ് അല്ലാത്ത ഒരു കേസിലും നമുക്ക് റിഫ്ലക്ഷൻ കിട്ടില്ല. അപ്പം ഇതെന്ന് പറയുന്നത് ഒരു വെൽ പോളിഷ്ഡ് സർഫസ് ആയിരിക്കും. ഇനി എങ്ങനെയായിരിക്കണം? ലൈറ്റ് പാസിങ് ഫ്രം വൺ മീഡിയം ടു അനദർ. ഇങ്ങോട്ട് പോകാൻ പറ്റിയോ? ഇല്ല. അപ്പൊ അത് ഒപ്പേക്കാണെന്ന് കാണിക്കാനാണ് ഇവിടെ നമ്മൾ മിറർ വരയ്ക്കുന്ന പോലെ ഇങ്ങോട്ട് ലൈറ്റ് കടന്നു പോകാത്ത രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, വരച്ചെടുക്കുന്നവർ വരച്ചെടുത്തതിൻ്റെ കൂടെ പോര്. സോ നമ്മൾ നോർമലുമായിട്ടാണ് എപ്പോഴും നമ്മുടെ ആംഗിൾ വരയ്ക്കുന്നത്. നിങ്ങൾ ഇവിടെ വരയ്ക്കുന്ന ഒരു കേസ് വരും, ചുമ്മാ അറിയാപ്പെട്ടാണല്ലോ ഇവിടെ വരച്ചു, ഇതാണല്ലോ ആംഗിൾ വന്ന് വീണേ, അപ്പൊ ഈ പ്ലെയിനിലാണോ? അതല്ല. Incident angle means the angle between incident ray to the and the normal. Incident rayയും നോർമലും തമ്മിലുള്ള ആംഗിൾ ആണ് angle of incidence I. What about this? The angle between reflected ray and normal, that is called angle of reflection R. These three things, incident ray, reflected ray and normal, are in same plane, and also angle of incidence is equal to angle of reflection. angle of ഇതുമായിട്ട് ഞാൻ കണ്ട രണ്ട് ചോദ്യമായിരുന്നു. ഒന്ന്, we can see only object when it is reflected back from. ഒരു ഒബ്ജക്റ്റ് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ഇവിടെ ഒരു ആപ്പിള്, എന്തെങ്കിലും ഇവിടെ ഒരു ആപ്പിൾ ഇരിക്കുകയാണ്, ഞാനിവിടെ നിൽക്കുകയാണ്, എനിക്കിത് കാണണം, അല്ലെങ്കിൽ ഇതൊരു റെഡ് കളറുള്ള ഒരു ആപ്പിളാണ് എന്ന് ഞാൻ കാണുന്നു. എങ്ങനെ കാണും? ഞാൻ ഇതിനകത്ത് അവസാന പോർഷൻ നമ്മൾ ഹ്യൂമൻ ഐയിലേക്കാണ് വരുന്നത്. അപ്പൊ നമുക്ക് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഇവിടെ ഒരു ആപ്പിൾ ഇരിക്കുന്നു, ഞാൻ എങ്ങനെ ഇത് കാണുന്നു? ഈ ആപ്പിളിൽ നിന്നുള്ള അല്ലെങ്കിൽ നമ്മളുടെ കണ്ണിൽ നിന്നുള്ള ലൈറ്റ് റേ ആപ്പിളിൽ വന്ന് വീണതിന് ശേഷം അതെന്ത് ചെയ്തു? റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണിൽ വരും. സോ ദാറ്റ് ഈസ് എ ആപ്ലിക്കേഷൻ ഓഫ് റിഫ്ലക്ഷൻ. അപ്പൊ ഇങ്ങനെ ചോദിക്കും, ഒരു ഹ്യൂമൻ ഐയിൽ നമ്മൾ ആപ്പിൾ കാണുന്നു, എന്നിട്ട് അതിനകത്ത് ഓപ്ഷനായിട്ട് റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഡിസ്പേഴ്സൺ, ഡിഫ്രാക്ഷൻ, ഇന്റർഫറൻസ്, ഇങ്ങനത്തെ പല ഫിനോമിന വന്നിട്ട് ഇതിൽ ഏത് ഫിനോമിനയാണ്? ദെൻ ദ റിഫ്ലക്റ്റഡ് ലൈറ്റ് ഈസ് എൻ്റർ ടു അവർ റെറ്റിന. നമുക്കറിയാം, നമുക്കൊരു കോൺവെക്സ് ലെൻസ് നമ്മുടെ കണ്ണിലുണ്ട്, അതിലൂടെ കടന്ന് റെറ്റിനയിൽ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് കിട്ടും. അതിനെ പിന്നെ നമ്മുടെ സ്പൈനൽ കോഡ് വഴി സെറിബ്രം അനലൈസ് ചെയ്തിട്ട് അത് ആപ്പിളാണ് അല്ലെ ഇന്ന കളറാണ് ഐഡന്റിഫൈ. രണ്ടാമത് ഒരു ബ്യൂട്ടിഫുൾ ചോദ്യമായിരുന്നു,
എന്തുകൊണ്ടാണ് നമ്മൾ ആകാശത്തേക്ക് അല്ലെ സ്കൈയിലേക്ക് നോക്കുമ്പം രാത്രിയിൽ നോക്കുമ്പോൾ മുഴുവൻ ഡാർക്ക് ആയിട്ട് കാണും? Anyone can answer? Why the space is black? In night time, I am watching sky and I see Matter that. ഇല്ലാത്ത Yes. The answer is right that in space, Total into no. In space, there is no object to reflect the light. Okay. നമ്മളിപ്പം സണ്ണിനെ കാണാൻ സ്റ്റാറിനെ കാണാൻ കാരണം എന്നാണ്? സ്റ്റാർ നിന്ന് കത്തുന്നു, അല്ലെങ്കിൽ മൂണിനെ കാണാൻ കാരണം സണ്ണിൽ നിന്ന് ലൈറ്റ് മൂണിൽ വന്ന് ഇടിച്ച് റിഫ്ലക്ട് ചെയ്ത് വരുന്നു. ഇങ്ങനെയുള്ള സണ്ണും മൂണും മാത്രമേ കാണാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള സ്ഥലം മുഴുവൻ ഇരുണ്ട് അല്ലെ ബ്ലാക്ക് കളറിൽ കിടക്കാൻ കാരണം എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ അന്തരീക്ഷത്തിലെ മുഴുവൻ കാര്യങ്ങൾ, നമ്മുടെ അന്തരീക്ഷത്തിൽ നമ്മൾ വാക്വത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം മാറ്റർ ഇല്ല, അല്ലെങ്കിൽ അവിടെ സ്പേസിൽ റിഫ്ലക്ഷൻ നടക്കാൻ ബോഡി ഇല്ല. സോ അവർ സ്പേസ് ഈസ് ബ്ലാക്ക്. So we can see our space is in black color. വളരെ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും, പക്ഷെ തെറ്റിപ്പോകും. Why space is black? That is due to അതിന്റെ ഫിനോമിന ഏതാണ്? റിഫ്ലക്ഷൻ. നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്ന റിഫ്ലക്ഷനെ കുറിച്ചാണ് ഒന്നുകൂടെ ഞാൻ കൺക്ലൂഡ് ചെയ്ത് പറയാം. Reflection means that the bouncing back of light into the same medium when angle of incidence is equal to angle of refraction. അല്ലെങ്കിൽ the bouncing back of light into the same medium from a well polished surface. നല്ല സ്മൂത്ത്, കണ്ണാടിയൊക്കെ നോക്കിയാൽ വളരെ സ്മൂത്തും പോളിഷ്ഡും അല്ലേ? കണ്ണാടി കുറെ ക്രാക്ക് വീണ് അല്ലെങ്കിൽ നിരന്ന് വീണ് പൊട്ടി ഒരു മണൽ അല്ലെങ്കിൽ ഇങ്ങനെ കുഴിയും കൊണ്ടുപോവാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ മുഖം കാണാൻ പറ്റുമോ? ഇല്ല. സോ ഇറ്റ് ഈസ് എ വെൽ പോളിഷ്ഡ് സർഫസ്. ദെൻ ലോ ഓഫ് റിഫ്ലക്ഷൻ രണ്ടെണ്ണം പറയണം. The incident ray, reflected ray and normal are in same plane. The second point is that the angle of incidence is equal to angle of reflection. രണ്ട് എക്സാമ്പിൾ പറഞ്ഞു. നമ്മളൊരു ഒബ്ജക്റ്റ് കാണുന്നത്, വാച്ചിങ് എനി ഒബ്ജക്റ്റ് ഇൻ ദിസ് യൂണിവേഴ്സ്, ആൻഡ് ദ സ്പേസ് ഇസ് ഡാർക്ക് കളർ ഇൻ നൈറ്റ് ഓർ ബ്ലാക്ക് കളർ അറ്റ് എനി ടൈം ബിക്കോസ് ദർ ഈസ് നോ ഒബ്ജക്റ്റ് ഫോർ ദ റിഫ്ലക്ഷൻ ഓഫ് അവർ light wave from the sun. Are you clear? Is it Yes, sir. clear the Yes, total sir. reflection? Yes, sir. Okay. Do you have any doubt? No, sir. I will also share the Clear. notes and everything as a PPT to you. No problem. And finally, I will share my number and mail ID to you. You have any doubt, personally ask to me. Because this is a time-oriented class, I will try to take as much as possible. Okay. So my next property, first one we discussed the reflection, other property refraction. Refraction, first we want to know N. What is refractive index? Refractive index means it is a property of any medium. ഇപ്പൊ ലൈറ്റ് വാക്വത്തിൽ നിന്ന് ഏറ്റവും മുകളിൽ നിന്ന് വരുന്നത്, ഇവിടെ സൂര്യൻ നിൽക്കുകയാണെങ്കിൽ ഏറ്റവും മുകളിൽ നിന്ന് വാക്വത്തിലൂടെ വരും. പിന്നെ എന്നാ ഉള്ളത്? ഭൂമിക്ക് ഒരു 15 കിലോമീറ്റർ ആയി കഴിയുമ്പോൾ അത് അറ്റ്മോസ്ഫിയറിലെത്തും. അപ്പൊ നോക്കിയാൽ ഇവിടെ വരുന്ന ലൈറ്റ്, ഇവിടെ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ല, ഇതിനെ പ്രകാശത്തിനെ കടത്തിവിടാനുള്ള കഴിവ് N1. അതിനാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ. ഇവിടെ പ്രകാശത്തിനെ കടത്തിവിടാനുള്ള കഴിവ് N2 ആണെങ്കിൽ പ്രകാശത്തിന് ഇവിടെ പൊടികളുണ്ട്, പല പല വസ്തുക്കളുണ്ട്. അപ്പൊ അതിന്റെ സ്പീഡ് ഒരല്പം കുറയും, അല്ലെങ്കിൽ ലൈറ്റ് ബെൻഡ് ചെയ്യും. When light travel from one medium to another with different refractive indices, then the path of the light is varied. That is called refraction. That is depend on the refractive index of the material or medium. Refractive index is the ability of property of that material to pass, അല്ലെങ്കിൽ ലൈറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ആ മീഡിയത്തിന്റെ കഴിവിനെയാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. സോ
Whenever there is a change in refractive index, light will be bent. Actually, there are three conditions. First one, let's consider this medium has refractive index N1 and this has refractive index N2, and in this case N2 is greater than N1. ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 കൂടി എന്ന് പറഞ്ഞാൽ അത് ഡെൻസർ മീഡിയ ആണോ റെയറർ മീഡിയ ആണോ? Denser. Denser. അപ്പം ലെറ്റ് കൺസിഡർ എ ലൈറ്റ് റേ ഇറ്റ് കമ്മിങ് ഫ്രം the first medium with the refractive index N1, then refractive index of N2 is very high, then this ray moves very close to the normal. Figure in the clear le? ഒരു ഇൻസിഡന്റ് ലൈറ്റ് റേ ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ഇത്ര ആംഗിൾ ഉണ്ടായിരുന്നതിലൂടെ വന്ന് ഒരു പോയിന്റിൽ വന്ന് അത് റിഫ്രാക്ഷൻ നടന്ന് ബെൻഡ് ചെയ്താൽ റയറിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് വരികയാണെങ്കിൽ അത് നോർമലിനോട് അടുക്കും. ഓക്കെ, ലൈറ്റ് റേ ഷുഡ് ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. ഹലോ, ആരാ അത്? ഹലോ, എനി ഡൗട്ട്? So consider another case. This is the plane. The incident light travel from here with a refractive index of N1 is less, or N1 is high, N2 is less. Then ഒരു റെയറർ മീഡിയത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് പോവുക. ഇവിടെ N1, this is N2, here N1 greater than N2. So this is angle of incidence I, this is angle of refraction R. അപ്പൊ എന്ത് പറ്റി? This light ray bend away from the normal. Okay, this is very important. If light move from a denser to rarer medium, the denser to rarer medium, the light ray bends away from the normal. If the light ray travel from a rarer to denser medium, the light ray bends close to the normal. Okay, then there is one more case. What about the light ray fall into the plane in 90 degree? 90 ഡിഗ്രി ആംഗിളിൽ നേരെ ഒരു ലൈറ്റ് റേ വീണ എന്ത് സംഭവിക്കും? It does not undergo refraction. It continue the same path. It does not undergo refraction. These are the three cases. Then the law state that this angle of incidence, the angle of refraction, and the normal are in same plane. The second law state that is we are called Snell's law, very important. Sine of the angle of incidence, sine I divided by sine of refraction is equal to refractive index of the second medium divided by first medium. So that is law of refraction. Clear? First of all, we discussed about refraction. Refraction is defined as the bending of light when it passes from one medium to another with different refractive indices, plural, different refractive indices. Then refractive index and refractive index actually the ability of light, the ability of a medium to transmit light. ഇനി അതിന് ത്രീ കേസ് നമ്മൾ പറഞ്ഞു. ലൈറ്റ് ട്രാവൽ ഫ്രം എ ഡെൻസർ ടു റെയറർ മീഡിയം, the ray move away from the normal. റെയറിലോട്ട്, ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് വരുമ്പോൾ നോർമലിൽ നിന്ന് അകലും. If it move from a rarer to denser, it move close to the normal.
ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് വരുമ്പോൾ നോർമലിന് അകലും, റെയറിൽ നിന്ന് ഡെൻസറിലേക്ക് വരുമ്പോൾ നോർമലിനോട് അടുക്കും. ഇനി ഗൈസ്, ഇഫ് എ ലൈറ്റ് fall into a plane with a 90 degree or normal, then there is no change in that direction. ഇതൊക്കെ ഇങ്ങനെ ചോദിക്കാം. ഇങ്ങനൊരു ഫിഗറിൽ റെപ്രസെന്റേഷൻ തന്നിട്ട് വാട്ട് ഈസ് എ റിഫ്രാക്ഷൻ ഒക്കേഡ് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ നമ്മൾ ഇല്ലെന്ന് തന്നെ എഴുതണം. ഇവിടെ വരുന്ന ലോ ഏതാണ്? റിഫ്രാക്ഷൻ. അവിടെ കൊടുക്കുന്ന ലോയുടെ പേരിനാണ് സ്നെൽസ് ലോ. വാട്ട് ഈസ് സ്നെൽസ് ലോ? സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു n2 ബൈ n. ഐ എന്ന് പറയണ ഫസ്റ്റ് മീഡിയത്തിന്റെ ആയിരുന്നു, ആറ് സെക്കൻഡ് മീഡിയത്തിനാണ്. n2 എന്ന് പറയുമ്പോൾ തിരിച്ചെഴുതും. സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു n2 ഡിവൈഡഡ് ബൈ n1. Is it clear? Did you understand? Yes, sir. Yes, sir. Good. Yes, sir. Any doubt? Understood, sir. Yes, sir. Any doubts? No, sir. Okay. No, sir. If there is any doubt, just ask to me, no problem. Because normal, be very careful about it. Okay. This is the angle. Not draw like this. Okay. From this line to here. Angle between normal and incident ray. Angle between normal and refracted ray. Our angle വരയ്ക്കുന്നത് തെറ്റിക്കരുത്. തെറ്റിയാൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോകും, മുഴുവനായിട്ടും നഷ്ടപ്പെടും. Okay. So our next heading, its application. Do you know about prism? Hello? Yes, sir. What happens Yes, in the sir. case of prism? ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. Right. Let's consider a prism. What is a real mechanism? Dispersion and refraction. Yes, dispersion and refraction. എല്ലാവരും ശ്രദ്ധിക്കുന്ന, അറിയത്തില്ലെങ്കിൽ നോക്കണം. ഞാൻ ഇവിടുന്ന് ഒരു വൈറ്റ് ലൈറ്റിംഗ് അടിപ്പിച്ചു അല്ലേ? വൈറ്റ് ലൈറ്റിന്റെ പ്രിസത്തിന്റെ വൺ പ്ലെയിനിൽ വന്ന് വീണു. അപ്പൊ അവിടെ എന്ത് വരയ്ക്കണം? നോർമൽ വരയ്ക്കണം. ഈ പ്ലെയിൻ എങ്ങനെ നോർമൽ വരയ്ക്കും? ഈ ലൈന് 90 ഡിഗ്രി ആയിട്ട് വരയ്ക്കണം. അപ്പം ഇങ്ങനെ ഒരു നോർമൽ ഇവിടെ വരയ്ക്കാം. തിരിച്ചെരിഞ്ഞു പോയി കേട്ടോ, സംതിങ് സ്പീഡ് ഇച്ചിരി കൊടുത്തു. ഇവിടെ വന്ന് ആ ഡെൻസർ മീഡിയത്തിലോട്ട് കയറിയോണ്ട് നോർമലിനോട് അടുത്തു. ഇനി ഇവിടെ എന്ത് സംഭവിക്കും? ഇതുപോലെ തന്നെ റിഫ്രാക്ഷൻ. ഇത് എയർ ആയിരുന്നു, എയറിൽ നിന്ന് അത് ഗ്ലാസ്സിൽ കയറി, ഗ്ലാസ്സിൽ നിന്ന് അത് തിരിച്ച് എയറിൽ വന്നു. അപ്പൊ ഇവിടെ ഫിനോമിന എങ്ങനെ ചോദിക്കുമ്പോൾ ആദ്യം നമ്മൾ എഴുതണം, ഇവിടെ റിഫ്രാക്ഷൻ നടന്നു അല്ലേ? ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഏതാണ് എഴുതേണ്ടത്? ഇത് വേണേ എഴുതാം, ഇത് വേണേ എഴുതാം. ദിസ് ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ദിസ് ഈസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. നോർമലായിട്ട് എഴുതണം, ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഓക്കെ. സോ ലൈറ്റ് റേ വന്നു, അതിങ്ങനെ കടന്ന് ഇങ്ങനെ തിരിച്ചു പോയി. ഇവിടെ ഇപ്പൊ ഏത് ഫിനോമിനയാണ് നടന്നത്? റിഫ്രാക്ഷൻ. ഞാൻ അടുത്തത് പറയാൻ പോവാണ് ഡിസ്പേഴ്സൺ. ഒന്നും മറന്നുപോയില്, ആദ്യം പഠിച്ചതായിരുന്നു റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, dispersion. Dispersion means that white light has its constituent color from violet, indigo, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്, അങ്ങനെ ഓർഡറിലങ്ങ് പോയിക്കോളും. ഓക്കെ. ഇതിന്റെ വയലറ്റ് കളറിന്റെ ഓർഡർ ചിലപ്പോൾ ചോദിക്കാം. എവിടെയാണ് വയലറ്റ് കളർ കിടക്കുന്നത്? താഴെയാണോ മുകളിലാണോ? അതിന്റെ താഴെ. വയലറ്റ് കളറ് താഴെ വരും. ഓക്കെ. റെഡ് കളറ് മുകളിൽ പോകും. അതിപ്പോ ഒന്ന് ഓർത്താലും റെയിൻബോ ഞാൻ പഠിപ്പിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. റെയിൻബോ രണ്ട് തരമുണ്ട്. ദിസ് ഈസ് റെഡ്, ദിസ് ഈസ് വയലറ്റ്. ഇവിടെ എനിക്ക് നീലപ്പേനേ ഉള്ളൂ, അതുകൊണ്ട് എഴുതുന്നു. സോ പ്രിസം വെച്ച് ചോദിക്കാവുന്നതാണ്. എക്സാമ്പിൾ ഓഫ് പറഞ്ഞേ, എക്സാമ്പിൾ ഓഫ് റിഫ്രാക്ഷൻ, ഡിസ്പേഴ്സൺ. then അവിടെ ചോദിക്കുക റിഫ്രാക്ഷൻ ആണ് ദ ബെൻഡിങ് ഓഫ് ലൈറ്റ് ഫ്രം വൺ മീഡിയം ടു അനദർ. ഡിസ്പേഴ്സൺ ആണ് Splitting of white light into different അല്ല, into its constituent colors. അതിനകത്തുള്ള കളർ കേട്ടോ, ഡിഫറെന്റ് കളേഴ്സ് ഒന്നും അല്ല, കോൺസ്റ്റിറ്റ്യൂവന്റ് കളേഴ്സിലായിട്ട് ഇത് തിരിയണം.
അതിൽ ഏറ്റവും ഡീവിയേഷൻ സംഭവിക്കുന്നത് വയലറ്റ്, ഏറ്റവും ബെൻഡ് ചെയ്ത് പോകുന്നത് വയലറ്റ്. അപ്പൊ ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കാം. ഇവിടെ ഒരു കളർ തന്നു വെച്ച് ഇവിടെ ഒരു ലൈൻ അല്ലേ, ഇവിടെ ഒരു AB, എന്നിട്ട് AB എഴുതാൻ വേണ്ടി എക്ക് പകരം വയലറ്റ് റെഡ്, പിന്നെ റെഡ് വയലറ്റ്, പിന്നെ അങ്ങനെ പല ഓപ്ഷൻ ഇങ്ങനെ ചോദിക്കാം. നൺ ഓഫ് ദിസ് അങ്ങനെ ചോദിക്കാം. അപ്പൊ ഒന്നും ചെറുതായിട്ട് കാണല്, ചോദ്യങ്ങൾ വളരെ ചെറുതായിരിക്കും, പക്ഷെ ഇറ്റ് വിൽ ബി വെരി ട്രിക്കി ക്വസ്റ്റ്യൻസ്. ഓക്കെ, then the another example, that is the first example of refraction. Second example is twinkling of star. Twinkling of star. നക്ഷത്രങ്ങൾ എന്തുകൊണ്ടാണ് തിളങ്ങുന്നത് അല്ലെങ്കിൽ കെടുകയും തെളിയുകയും ചെയ്യുന്ന പോലെ നമുക്ക് തോന്നാൻ കാരണം? നക്ഷത്രങ്ങളെ കണ്ടിട്ടുണ്ടോ? രാത്രി നോക്കിക്കഴിഞ്ഞാൽ നക്ഷത്രങ്ങൾ ആക്ച്വലി കെടും തെളിയും, പക്ഷെ എപ്പോഴും അത് തെളിഞ്ഞാണ് നിൽക്കുന്നത്. മനസ്സിലായോ? പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് അത് തെളിയുകയും കെടുകയും ചെയ്യുന്നത് പോലെ തോന്നുന്നത്? നൈസ് ക്വസ്റ്റ്യൻ. ലൈറ്റ് റിഫ്രാക്ഷൻ. That is due to continuous refraction. What is meant continuous refraction? Here we can say that this is the first refraction, here second refraction, only two refraction. When here is a star, it is first of all this light passing through the vacuum, and when it entering through our atmosphere, there are different layers. അല്ലേ? ഡെൻസിറ്റി കൂടിയത് കുറഞ്ഞത്, വാട്ടർ മോയ്സ്ചർ, കാർബൺ ഡൈ ഓക്സൈഡ്, പൊടി, ഇതെല്ലാം തട്ടി എന്നാ പറ്റും? ഒരു കണ്ടിന്യൂസ് റിഫ്രാക്ഷൻ നടക്കും. മനസ്സിലായോ? ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുക, ഇത് എൻ്റെ കണ്ണിൽ വീണാൽ ഇവിടുന്ന് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോകുമ്പോൾ നോക്കി ഈ നക്ഷത്രം ശരിക്കും എവിടെയായിട്ടാണ് ഇവിടെ എനിക്ക് തോന്നണത്? വേറൊരു സ്ഥലത്തായിട്ട്. ആക്ച്വലി ദാറ്റ് ഡിഫ്രാക്ഷൻ കോസസ് ദ ടിങ്കിളിംഗ് ഓഫ് സ്റ്റാർ. പെട്ടെന്ന് ഞാനൊരു പോയിന്റ് നിന്നപ്പോൾ ഉണ്ടെന്ന് തോന്നി, അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ കണ്ണ് അനങ്ങിക്കഴിഞ്ഞപ്പോൾ എന്നാ പറ്റി? there is a continuous refraction and അത് വന്ന ലോക്കസ് ഓഫ് പോയിന്റ് എന്നൊക്കെ പറയും. ഇത്രയും ഡീപ്പായിട്ട് പോകണ്ട, ലോക്കസ് ഓഫ് പോയിന്റ് ചെറുതാണ്, അതുകൊണ്ട് നമുക്ക് ഈ സ്റ്റാർ ട്വിങ്കിൾ ചെയ്യുന്നത് തോന്നും. ദാറ്റ് ഈസ് ഡ്യൂ ടു ദ കണ്ടിന്യൂസ് റിഫ്രാക്ഷൻ. ഇതുമായി മറ്റൊരു ചോദ്യോടെ ഉണ്ട്. എന്തുകൊണ്ടാണ് ഏകദേശം 2.3 അത്രയും മിനിറ്റ് മുമ്പ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും സൂര്യൻ അസ്തമിച്ചതിന് ശേഷവും നമുക്ക് സണ്ണിനെ കാണാം? അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഉണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഞാനല്ല എല്ലാവരും പഠിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പം ഇതാണ് നമ്മളുടെ ഹൊറിസോൺ എന്ന് പറയുന്നത്, നമ്മുടെ ഭൂമിയുടെ ലെവല് ഹൊറൈസോൺ. ഈ ഹൊറൈസോണിന് താഴെ ഒരു സൂര്യൻ നിൽക്കുവാണെങ്കിൽ എന്നാ പറ്റും? ഇവിടുന്ന് വന്ന ലൈറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇവിടെ വന്നേച്ച് ഇവിടുന്ന് അറ്റ്മോസ്ഫിയർ, നമുക്കിവിടെ ഇത്രയും അറ്റ്മോസ്ഫിയർ ഉണ്ടെന്ന് നോക്കുക, അറ്റ്മോസ്ഫിയർ കയറി ബെൻഡ് ചെയ്ത് ഇവിടെ എൻ്റെ കണ്ണിൽ വരും. ഞാനിവനെ കാണുന്ന എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചേക്കണം. അപ്പൊ സ്റ്റാർ ഇവിടെ ആ സൺ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയാലേ ശരിയല്ലേ? അപ്പം ഹൊറൈസോണിന് താഴെ പോയിട്ടും എനിക്ക് സണ്ണുള്ളതായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ ഡ്യൂ ടു റിഫ്രാക്ഷൻ. ഇനി അതർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ സ്വന്തമായി പറയാവോ? ഞാനിപ്പോൾ ഇത് പറഞ്ഞ്, ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർ പറഞ്ഞ്, പ്രിസം പറഞ്ഞ്, ദ സീയിങ് സൺ ബിഫോർ ആൻഡ് ആഫ്റ്റർ, സൺറൈസ് ആൻഡ് സൺസെറ്റ്. ഇനി അനദർ എക്സാമ്പിൾ, സൺ റെഡ് കളറിൽ കാണുന്നു. സൺ റെഡ് കളറിൽ കാണുന്നത് അറ്റ് ഈവനിങ്. ഇവിടെയാണ് തെറ്റിപ്പോകുന്നത്, ഇങ്ങനെ സംശയം ഉണ്ടെന്ന് ചോദിച്ചോണം. ദാറ്റ് ഈസ് ഡ്യൂ ടു സ്കാറ്ററിങ്. ഓക്കെ, may I clear this board? Yes, sir. Let's consider Yes, sir. at evening, this is our earth, this is our sun. At evening, sun is at the maximum distance. Very careful about that answer. It's very nice question. The sun is at the maximum distance from our earth is only at evening and morning. Okay. Then what are the different light present? Is there any students in our waiting room?
Nabil Muhammad. Sir, excuse me. Hello. Hello. Hello, sir. Can you hear me? Hello. Okay. If you have anyone have Nabil Muhammad, just give a message to him. Kindly join one more time. Okay. So the sun is at the maximum distance at the event. So we know that sun has produced white light. It has its constituent colors from violet to red. This is our Earth's environment or atmosphere. This is our atmosphere around Earth. So when this light ray coming from sun and reaches to our Earth surface or atmosphere surface, it started to scatter. Okay. There are large number of particles present here. അപ്പോൾ വൈകുന്നേരം സൺ ഏറ്റവും അകലെയാണെങ്കിൽ ഏത് ലൈറ്റ് ആയിരിക്കും ഇവിടെ വരാൻ ഏറ്റവും സാധ്യതയുള്ളത്? Red. That is red. Because red has more Long frequency. No. Long wavelength. Wavelength. Yes. The maximum wavelength red that is reaches to our atmosphere surface at morning and evening, then it will scatter here. So from here I can see it as red color. There are different type of question. The blue color of sky, the blue color of sea, red color of sun. One more question I want to ask. What is due to the white color of cloud? White color of cloud. Because of no scattering. Because there is no scattering. Why? Because the sun is at the horizon already. No. Another answer. The white color of our cloud is due to that. Let's consider this is the cloud. It has large number of particles and the size of particle is very high. And കാരണം size of the particle is very high. But the wavelength of our radiation is very less. So the answer is right. So the light ray does not undergo scattering in cloud particles. There is no scattering. The reason is that the size of the particle, Rayleigh scattering equation 1 by lambda raised to 4 approximately proportional to the scattering proposed by the scientist Rayleigh scattering. The scattering is directly proportional to 1 by lambda raised to 4. Here lambda, the particle size or the wavelength is very less. But the particle size is very high. അത് രണ്ടും ഏകദേശം മാച്ച് ആണെങ്കിൽ നമുക്കൊരു interaction കിട്ടും. So there is no interaction between the particle present in the cloud and also between with the wavelength lambda. Anisha Varghese. Okay. So there is no scatter. There is another example, Tyndall effect. Tyndall effect. Yes, sir. Yes, sir. Light return back. That is also due to scatter. So different phenomena. We want to find out the real reason for each one.
റിഫ്ലക്ഷന്റെ എക്സാമ്പിൾ ഏതൊക്കെയായിരുന്നു? റിഫ്ലക്ഷൻ ഉള്ളത് Seeing Our- things. Seeing things. Same thing reflected back. seeing things. Then we are looking a plane mirror. Okay, actually it is a reflection. Smooth. Then refraction examples: Prism. prism, then Twinkling of stars. twinkling of stars, then Tyndall effect. Tyndall effect. No. That are the 2.3 examples of minutes scattering. Yes, Advanced sunrise. advanced sunrise and Delayed sunset. delayed sunset. Then Prism. then Prism. dispersant example വരുന്നത് prism. ഇനി സ്കാറ്ററിംഗിന്റെ എക്സാമ്പിൾ Cloud. Thing. Rainbow. Seeing red color of after the sun. red color of the sun, blue color Rainbow. of sky, blue color of our sun at noon. Then one more thing, did you know about the real depth and apparent depth? Shall we go to that topic? Real depth and apparent depth. ഇപ്പോൾ ഇവിടെ ഒരു നമ്മുടെ സ്വിമ്മിംഗ് പൂൾ അല്ല ഒരു പോണ്ട് നിൽക്കുക. നമ്മളൊരു ഫിഷിനെ ഇവിടെ കണ്ട്, അവർ ഫിഷ്. ശരിക്കും ഈ ഫിഷ് ഈ വെള്ളത്തിൽ ഈ പൊക്കത്തിൽ തന്നെയാണോ, ഇതിനേക്കാൾ താഴെയാണോ, ഇതിനേക്കാൾ മുകളിലാണോ? താഴെ. അതിനേക്കാൾ താഴെ. താഴെയായിരിക്കും. Why? Let's consider this is the position of our fish. The Refraction. light from our fish is coming to the interface of water and air. Which medium is denser? Water is denser, air is rare. So it bent away from the normal. Okay. So then we can see that here I am standing near to this pond. The light ray is coming from here. So I am watching the fish here. The example of refraction. അവിടെ ഇങ്ങനെ ചോദിച്ചിരിക്കുന്നത് റിയൽ ആൻഡ് അപ്പാരന്റ് ഡെപ്ത് ഓഫ് സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞൊരു ചോദ്യം ഉണ്ടായിരുന്നു. സ്വിമ്മിംഗ് പൂളിലല്ലേ വെള്ളങ്ങളിലൊക്കെ ചാടുമ്പം we want to be very careful. Okay, the depth is more than that will appear here. Which is the real depth? This is the real depth. This is the real depth. This is the apparent depth. Clear? This is one more example for refraction. So what are the examples we discussed here? Prism, first one. Then twinkling of stars, second one. Then late sunset, early morning sunrise. Then real and apparent depth of swimming pool. Any doubt? No, sir. No, sir. Okay, is it fine? Yes, sir. Yes, No, sir. sir. So there Yes, sir. you know that there is another property of light is total internal reflection. Am I right? Total internal reflection. Total internal reflection. ക്വസ്റ്റ്യൻ പേപ്പർ ശ്രദ്ധിക്കണം, ചിലപ്പോൾ TIR കാണുള്ളൂ കേട്ടോ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, TIR. ഓക്കെ, വാട്ട് ഈസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ? ഇത് ഏതിന്റെ കേസിൽ വരും? ഇതിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? വാട്ട് ഹാപ്പൻ ഇൻ ദിസ് ഫിനോമിനൻ? Start. Total internal reflection means that
The first condition is that the light travel from a denser to rarer medium. ഒരു ഡെൻസറായ മീഡിയം, ഇപ്പൊ ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്ക് പോകണം, അല്ലാതെ എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ കിട്ടിയാൽ the light is related to critical angle. The glass to air. The light must be travel from a denser to rarer medium. The second point is that the angle of incidence greater than to critical angle. നമ്മൾ എഴുതുന്നത് തീറ്റ സഫിക്സ് സി, ക്രിട്ടിക്കൽ ആംഗിൾ. വാട്ട് ഈസ് ക്രിട്ടിക്കൽ ആംഗിൾ? ക്രിട്ടിക്കൽ ആംഗിൾ എന്താണ്? ഇപ്പം ലെറ്റ് കൺസിഡർ ദിസ് ഈസ് അവർ ഗ്ലാസ്, ദിസ് ഈസ് അവർ എയർ, this same figure between glass and air. This is the same figure, glass and air. Then our light travel from this point to this point. Then here refraction is okay. When light travel from one medium to another, this is angle of incident, this is angle of refraction. പക്ഷേ ഈ ഇൻസിഡന്റ് ആംഗിൾ കൂടി when it fall into a particular angle, the light is reflected into the same medium. സെയിം മീഡിയം എന്ന് പറഞ്ഞാൽ സെയിം മീഡിയത്തിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന ഡിസൈൻ. Then that of this incident angle, that is called critical angle. മനസ്സിലായോ? ഒരു മീഡിയത്തിൽ നിന്ന് രണ്ടാം മീഡിയത്തിലേക്ക് ലൈറ്റ് പോകുമ്പം ലൈറ്റ് എപ്പോഴും എന്നാ ചെയ്യുന്നേ? ബെൻഡ് ചെയ്യും. ഇവിടെ ബെൻഡ് ചെയ്യുന്ന ആംഗിൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൂട്ടി വരുവാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ആംഗിൾ ലൈറ്റ് വീണ് കഴിയുമ്പം അത് അതേ ബിറ്റ്വീൻ ദ ഇന്റർഫേസ് അല്ലെ, ഇത് എയർ ഇത് ഗ്ലാസ് ആണെങ്കിൽ that light ray moves through the interface അല്ലെങ്കിൽ separation of the two media. Again we can say that if the angle is again increased to the critical angle നേക്കാൾ കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? That is reflected back to the same medium. That is called total internal reflection. Very nice. This is total internal reflection. ഇതായിരുന്നു തീറ്റ സി എങ്കിൽ ഈ ആംഗിൾ നോക്കി. തീറ്റ സി എന്ന് പറയുന്നത് ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ തീറ്റ സി ആണ്. ഗ്ലാസിൽ നിന്ന് എയറിലേക്കാണ്, സോ ഡെൻസറിൽ നിന്ന് എയറിലേക്കാണ് പോണത്. The angle of incidence is greater than to the critical angle. This is called total internal reflection. Okay, actually refraction ആണ് ഈ പോയിന്റില്, but the angle of incidence is increased to a particular angle, and at that particular angle the light bent or reflected into the same medium or same interface. That is called critical angle. That value of this angle is called critical angle. Then another case we can say that if our angle is greater than to this critical angle, what happen? It is reflected back into the same medium, and that phenomena we can say it as total internal reflection. Okay, clear? Yes, sir. Yes, sir. What are the different examples? Total internal reflection നടക്കുന്ന examples പറ. Optical fiber നാത്. First one optical fiber. ഞാൻ വേറെ പഠിപ്പിക്കാനിരുന്ന അതിനകത്ത് താങ്കൾ പറഞ്ഞ സ്ഥിതിക്ക് optical fiber.
First one, optical fiber. What is optical fiber? തിരിച്ചോദ്യങ്ങൾ വരുന്ന ഒരു ടോപ്പിക്കാണ്. ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെ, നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഇനി ട്രീറ്റ്മെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇപ്പം ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടെക്നോളജിയാണ് ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജി. ഇത് നോക്കുക, ദിസ് ഈസ് ആക്ച്വലി അവർ ഒപ്റ്റിക്കൽ ഫൈബർ. It has two layers mainly. The inner surface that we are core. This is core cladding. Then this line, that is a core cladding interface. Idum cladding ആണ്. ഈ പറയാണ് ഒരു ലൈറ്റ് റേ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോലെ ഒരു ലൈറ്റ് റേ ഇവിടെ ഇൻസിഡന്റ് ചെയ്തു. അപ്പം ഇത് ഡെൻസർ മീഡിയം ആണ്. കോർ എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ഡെൻസർ മീഡിയം. ക്ലാഡിങ് നമ്മുടെ റെയറർ മീഡിയം ആയിരിക്കും. ഫസ്റ്റ് കണ്ടീഷനായി ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് വന്നു. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇത് തീറ്റ സീനേക്കാൾ കൂടുതലാണ്. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? ഇത് റിഫ്ലക്ട് ചെയ്യും അല്ലേ? ഇവിടെ ആ കണ്ടീഷനാണ്. ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് വന്നു. Angle of incidence greater than the critical line, it bounce back. ഇവിടെ വരുമ്പോൾ എന്നാ പറ്റും? It again bounce back. At this point also again bounce back. അവസാനം നമുക്കിപ്പം ഈ അറ്റത്ത് നമ്മൾ ഇൻഫർമേഷൻ കിട്ടും. ഇവിടുന്ന് നമ്മളുടെ ഇൻഫർമേഷൻ ഇപ്പം എൻ്റെ മൊബൈലിൻ്റെ ഫോണുള്ള ഒരു ശബ്ദത്തിൻ്റെ സന്ദേശമാവാം, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഒരു ഫോട്ടോ ഒരു ഇമേജ് അയച്ചതാണ്. ഇതിനെല്ലാം ആദ്യം എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഒരു ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ഇവിടുന്ന് US-ലോട്ടൊക്കെ സാറ്റലൈറ്റ് പോകുന്നത് പോലെ തന്നെ നമ്മൾ സമുദ്രത്തിനടിയിലൂടെ വി ആർ ലിങ്ക്ഡ് വിത്ത് ദിസ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്. ഇറ്റ്സ് വെരി ക്വിക്കർ ആൻഡ് ഫാസ്റ്റർ മെത്തേഡ്. എനർജി ലോസ് ഇസ് വെരി ലെസ്, സോ ഇറ്റ് ഈസ് വെരി ആപ്ലിക്കേഷൻ. ഇതിനകത്തുള്ള ഫിനോമിനയാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. കണ്ടീഷൻ ഇതാണ്: the light is travel from the denser medium to rarer medium, that is core to cladding. The second important theory or point is that the angle of incidence is always be greater than to the critical angle. Another example, പറഞ്ഞു അടുത്ത എക്സാമ്പിൾ. വാട്ടർ ഡ്രോപ്ലെറ്റിനകത്ത് ലൈറ്റ് റിഫ്ലക്ട് ചെയ്യില്ലേ? അത് ഞാൻ അടുത്തായിട്ട് പറഞ്ഞാൽ മതി. അത് സ്ക്രീനെ തന്നെ തയ്യല്ല. മഴവില്ലല്ലേ ഉദ്ദേശിച്ചത്? റെയിൻബോ. ഓക്കെ, വേറെ എക്സാമ്പിൾ പറ. ഇതൊക്കെ ചോദ്യം വന്നു കഴിയുമ്പോൾ എഴുതണം. അനദർ എക്സാമ്പിൾ, സ്പാർക്കിൾ ഓഫ് ഡയമണ്ട് എന്ന് കേട്ടിട്ടുണ്ടോ? ഡയമണ്ടിന് എപ്പോഴും തിളങ്ങിക്കൊണ്ടിരിക്കും അല്ലേ? ഡയമണ്ടിന്റെ തിളക്കം അല്ലെങ്കിൽ സ്പാർക്കിംഗ് ഓഫ് ഡയമണ്ട് കാരണം എന്നായിരിക്കും? അപ്പൊ ഡയമണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ ഒരു ഷേപ്പ് പോലെയൊക്കെ ശരിക്കും അല്ലേ? ഇവിടെ നല്ല ഇങ്ങനെ മുറിച്ച് കട്ട് ചെയ്ത് ഇവിടെ നല്ല ആംഗിൾ തന്നെ ഒരു ഷേപ്പ് ആയിരിക്കും. പ്രശ്നം എന്ന് വെച്ചാല് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഡയമണ്ട് ഈസ് വെരി ലെസ്. That is approximately equal to 24.4 degree. ഓക്കെ, അപ്പൊ ഞാനൊരു 30 ഡിഗ്രിയിൽ ഒരു റേ ഇതിനകത്തോട്ട് കയറി നോക്കുക, 30 ഡിഗ്രി. അതിനെന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഒരു ലൈറ്റ് റേ 30 ഡിഗ്രിയിൽ ഇതിന്റെ ഒരു അരികിൽ വന്ന് ഇടിച്ചു, ഇവിടെ വന്ന് 30 ഡിഗ്രി ഇടിച്ചു. അതിനെന്താ സംഭവിക്കും? ക്രിട്ടിക്കൽ ആംഗിൾ 24 അല്ലേ ഉള്ളൂ. അതെന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്യും. ഇത് ഇവിടെ വരും 30 ആക്ക്. അപ്പൊ ഇങ്ങനെ ആ ലൈറ്റ് റേ ഇതിനകത്ത് പുറത്തു പോകാൻ അല്ലെ രക്ഷപ്പെടാൻ പറ്റാതെ ഈ ലൈറ്റ് റേ ഇതിനകത്ത് കുടുങ്ങിപ്പോകും. But due to the continuous total internal reflection phenomena, we can see that അത് നല്ല തിളങ്ങി സ്പാർക്കിൾ ചെയ്തിട്ടിരിക്കുന്നതായിട്ട് കാണാം. That is due to total internal reflection. The critical angle theta c, it is very less, that is approximately equal to 24.4 degree. 24.4 degree.
Here the denser medium core, rarer medium cladding, that is due to total internal reflection. Then there are, we want to discuss two more example. Third one, mirage. Do you know mirage? Mirage or mirage? Sir, once again. Oh, you are putting Sandra Sam. Sorry. Let's consider this is my diamond. This is its first phase. This is second phase. This is third phase. നിങ്ങൾ ഇങ്ങനെയല്ലേ കണ്ടിട്ടുള്ളൂ. ഏകദേശം ഡയമണ്ട് മേടിച്ചാൽ ഈ ഒരു ഷേപ്പിലേക്ക് ഇരിക്കും. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ലാർജ് നമ്പർ ഓഫ് ആംഗിൾസ് അല്ലെങ്കിൽ കട്ടിങ് ഉണ്ടാകും. ഒത്തിരി കട്ടിങ് അല്ലെ ക്ലീവേജിങ് നമ്മൾ ഇതിന്റെ സ്പേസിലോട്ട് കൊടുക്കും. ഇനി പറയുന്നത് ഇതാണ്, ഇതിന്റെ ആംഗിള്, ദ വാല്യൂ ഓഫ് ആംഗിൾ അല്ലെങ്കിൽ തീറ്റ സി അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് 24.4 ഡിഗ്രിയേ ഉള്ളൂ. തീറ്റ സി ഈസ് ഈക്വൽ ടു 24.4 ഡിഗ്രി. അപ്പൊ ഇതിനേക്കാൾ ഗ്രേറ്റർ ആയ ഒരു റേ വന്ന് വീണു എന്ന് വെക്കുക. ഡെൻസറിന്ന് റേറി വീഴണം. അപ്പം ഇതിനകത്തോടെ വന്ന് ഇതിന്റെ സർഫസിൽ വന്ന് 30 ഡിഗ്രിയിൽ ഒരു ലൈറ്റ് ഇരിക്കും. അപ്പൊ എന്നാണ് ഡെൻസറിന്ന് റേറി വന്ന് ടോട്ടൽ ഇന്നർ റിഫ്ലക്ഷന്റെ ഫസ്റ്റ് കണ്ടീഷൻ. തീറ്റ സി എന്ന് പറഞ്ഞത് 24നേക്കാൾ കൂടുതലാണ്. അപ്പൊ അവിടെ എന്നാ സംഭവിക്കും? ടോട്ടൽ ഇന്നർ റിഫ്ലക്ഷൻ നടന്നത് ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഇത് 30 ഡിഗ്രി കൂടുതലായിരിക്കും. അപ്പൊ എന്നാ പറ്റും? വീണ്ടും അതിന് ടോട്ടൽ ഇന്നർ റിഫ്ലക്ഷൻ നടക്കും. ഇവിടെ വന്നപ്പോൾ അത് വീണ്ടും 30 കൂടുതലായിരിക്കും. അത് ടോട്ടൽ ഇന്നർ റിഫ്ലക്ഷൻ നടക്കും. അത് ഇവിടെ എത്തും. അങ്ങനെ ഇതിനകത്ത് പല പല ആംഗിളിലൂടെ ഈ ഒരു സെയിം ലൈറ്റ് കണ്ടിന്യൂസ്ലി ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്നുകൊണ്ടേയിരിക്കും. അതാണ് ഒരു ചെറിയ ലൈറ്റിന്റെ പൊടി, ഒരു ചെറിയ വെട്ട അടിച്ചാൽ പോലും ഡയമണ്ട് ഇത്രയും തിളങ്ങാൻ കാരണം. സോ ദ ക്രിട്ടിക്കൽ ആംഗിൾ ഈസ് വെരി ലെസ്. If any light trap into our diamond, it will reflected back within this or it. So a continuous reflection gives a sparkling അല്ലെങ്കിൽ എന്നാ പറഞ്ഞ ഒരു തിളക്കം നമുക്ക് കിട്ടും. That is due to the total internal reflection and also due to the critical angle of the diamond is very less, that is about 24.4 degree. Do you understand? Yes, sir. When Mr. Sandra Sam, did you get it? Okay. Now we are going to our next example, mirage or mirage. This mirage, ചോദിക്കാം. നമ്മൾ വളരെ വെയിലുള്ള സമയത്തൂടെ ഒരു റോട്ടിലൂടെ ബൈക്ക് ഓടിച്ചു പോവുക. I consider this is my bike.